ഗെയ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ മനോഹരമായ റെഡ് ഫോർട്ടിന്റെ മുന്നിലാണ്. അങ്ങനെ ഞാൻ റെഡ് ഫോർട്ടിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡ് ഫോർട്ടിലേക്ക് കയറാനായിട്ട് എൻട്രി ടിക്കറ്റ് വന്ന് 80 ഒരാൾക്ക്. വർഷം 1638 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ഒരു വലിയ തീരുമാനമെടുത്തു. തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റണം. ആ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പണിയാൻ പോകുന്ന കോട്ടലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര മനോഹരമായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇതിനായി അദ്ദേഹം അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ 2 ശില്പികളെ വിളിച്ചു. ഉസ്താദ് അഹമ്മദ് ലാഹോറിയെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉസ്താദ് ഹമീദിനെയും. ഏകദേശം 9 വർഷമെടുത്തു ഇത് പൂർത്തിയാക്കാൻ. കോട്ടയുടെ പണി തുടങ്ങിയപ്പോൾ ചക്രവർത്തി ഒരു പ്രത്യേകത ആവശ്യപ്പെട്ടു. കോട്ടയുടെ മതിലുകൾക്ക് കരുത്തും ഒപ്പം രാജകീയമായ ശോഭയും വേണം. അങ്ങനെയാണ് രാജസ്ഥാനിലെ ധോൽപൂരിൽ നിന്ന് ചുവന്ന മണൽക്കല്ലുകൾ റെഡ് സാൻഡ്സ്റ്റോൺ എത്തിക്കാൻ തീരുമാനിച്ചത്. പേർഷ്യൻ, തിമൂറിഡ്, ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു സമന്വയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ചെങ്കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായ കാലം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൊട്ടാര കവാടമായിരുന്ന ലാഹോറി ഗേറ്റ്. ഇതിലൂടെ അകത്തേക്ക് നോക്കിയാൽ കോട്ടയുടെ ഉള്ളിലെ വിശാലമായ രാജവീഥികൾ നേരിട്ട് കാണാമായിരുന്നു. ഷാജഹാൻ ചക്രവർത്തിക്ക് ശേഷം മകൻ ഔറംഗസീബ് ഭരണമേറ്റു. യുദ്ധതന്ത്രങ്ങളിൽ മിടുക്കനായിരുന്ന ഔറംഗസീബിന് ഒരു പേടിയുണ്ടായിരുന്നു. ആരെങ്കിലും പ്രധാന കവാടത്തിലൂടെ നേരിട്ട് ആക്രമിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നാലോ? അദ്ദേഹം ഉടനെ തന്നെ ലാഹോറി ഗേറ്റിന് തൊട്ടുമുന്നിലായി ഒരു വലിയ മതിൽ കൂടി പണിതു. അതോടെ കോട്ടയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയില്ല. പകരം വശങ്ങളിലൂടെ വളഞ്ഞു മാത്രമേ അകത്ത് കയറാൻ പറ്റൂ. ആ സമയത്ത് ആഗ്രയിൽ തടവിലായിരുന്ന ഷാജഹാൻ ചക്രവർത്തി ഇതറിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട കൊട്ടാരത്തിന്റെ ഭംഗി നശിപ്പിച്ചതിൽ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അദ്ദേഹം മകന് ഇങ്ങനെയൊരു കത്തെഴുതി: മകനെ, നീ ഈ കോട്ടയെ ഒരു വധുവിനെ പോലെ മനോഹരമാക്കി. പക്ഷേ ആ വധുവിന്റെ മുഖത്ത് നീ ഒരു മൂടുപടം ഇട്ടതുപോലെയായി ഈ പുതിയ മതിൽ. ഇനി ആർക്കും അവളുടെ പൂർണ്ണരൂപം കാണാൻ കഴിയില്ലല്ലോ. 1648 കോട്ടയുടെ പണി പൂർത്തിയായി. ഉദ്ഘാടന ദിവസം ചക്രവർത്തി തന്റെ ആനപ്പുറത്തിരുന്നുകൊണ്ട് പ്രധാന കവാടമായ ലാഹോറി ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. കോട്ടയുടെ ഭംഗി കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ചുവരുകളിൽ സ്വർണവും വിലപിടിപ്പുള്ള രത്നങ്ങളും പതിപ്പിച്ചിരുന്നു. അന്ന് അദ്ദേഹം ദിവാനി ഖാസിൽ പ്രത്യേക സഭ ഇരുന്നുകൊണ്ട് പറഞ്ഞു: ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്. എന്നാൽ ചരിത്രം എപ്പോഴും സന്തോഷം നിറഞ്ഞതല്ലോ. ഷാജഹാന് ശേഷം വന്ന ഭരണാധികാരികളുടെ കാലത്ത് ചെങ്കോട്ട പല അധിനിവേശങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. പേർഷ്യൻ രാജാവായ നാദിർ ഷാ ആക്രമിച്ചപ്പോൾ ഇവിടുത്തെ വിലപിടിപ്പുള്ള രത്നങ്ങളും പ്രശസ്തമായ മയൂര സിംഹാസനവും നഷ്ടപ്പെട്ടു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോട്ടയുടെ പല ഭാഗങ്ങളും തകർക്കപ്പെട്ടു. ഇന്ത്യക്കാർക്ക് ഈ കോട്ട ഒരു പേടി സ്വപ്നമായി മാറി. എങ്കിലും 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ കോട്ടയുടെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയതോടെ ചെങ്കോട്ട വെറുമൊരു രാജകൊട്ടാരം എന്നതിലുപരി ഇന്ത്യയുടെ അഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറി. ആ ദിവസം ഈ ലാഹോറി ഗേറ്റിന് മുകളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി പാറിപ്പറന്നു. അന്നു മുതൽ ഈ ചുവന്ന കവാടം വെറുമൊരു കൊട്ടാരവാതിലല്ല, മറിച്ച് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനത്തിന്റെ അടയാളമായി മാറി. ഇന്നും ഓരോ സ്വാതന്ത്ര്യദിനത്തിലും പ്രധാനമന്ത്രി ഈ കവാടത്തിന് മുകളിൽ പതാക ഉയർത്തുമ്പോൾ ആ ചുവന്ന കല്ലുകൾ ഷാജഹാന്റെ സ്വപ്നങ്ങളുടെയും ഇന്ത്യയുടെ പോരാട്ടത്തിന്റെയും കഥകൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്നും ഡൽഹിയുടെ തിരക്കുകൾക്കിടയിൽ ആ ചുവന്ന മതിലുകൾ പഴയ മുഗൾ പ്രതാപത്തിന്റെയും ഇന്ത്യയുടെ പോരാട്ടവീര്യത്തിന്റെയും കഥകൾ മന്ത്രിച്ചുകൊണ്ട് നിലകൊള്ളുന്നു.